IFFKയിൽ 19 സിനിമകൾക്ക് കേന്ദ്ര സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചു. ഫലസ്തീൻ പ്രമേയമാക്കിയുള്ള ചിത്രങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിമർശിക്കുന്ന ചിത്രങ്ങൾക്കുമാണ് അനുമതി നിഷേധിച്ചത്. കേന്ദ്ര ഇടപെടൽ സിനിമയെക്കുറിച്ചുള്ള അറിവുകേടുകൊണ്ട് നടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അട്ടിമറി ശ്രമമാണ് നടക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ആരോപിച്ചു. ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായ ഫലസ്തീൻ 36, റഷ്യൻ വിപ്ലവം പശ്ചാത്തലമായ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ, സ്പാനിഷ് സിനിമയായ ബീഫ് തുടങ്ങിയ ചിത്രങ്ങൾക്കാണ് അനുമതി നിഷേധിച്ചത്. കേന്ദ്ര നിലപാടിനെതിരെ IFFK വേദിയിൽ പ്രതിഷേധവുമായി പ്രമുഖർ രംഗത്തെത്തി. അമിതാധികാര പ്രവണതകൾ മാത്രമല്ല, നവഫാസിസ്റ്റ് പ്രവണതകളിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നീക്കങ്ങൾ ഉണ്ട്. ഈ ചലച്ചിത്രമേളയെ തന്നെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിവില്ലാത്തവരാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അവയിൽ പലതും പല ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ കാണിക്കുകയും അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുള്ള പടങ്ങളാണ്. ഇത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അറിവുകേട് കൊണ്ടാണ്. ഇവിടെ വരും കാലത്തും ഇത്തരം സിനിമകൾ പ്രദർശിപ്പിക്കരുത് എന്ന കേന്ദ്രത്തിന്റെ തിട്ടൂരമാണ് നടക്കുന്നതെന്നും സംവിധായകൻ കമൽ പറഞ്ഞു. ഈ പലസ്തീൻ പാക്കേജ് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പുറകിൽ തന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ പകപോക്കലാണോ ഇവിടുത്തെ ഈ IFFK എതിരെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ സംശയിക്കേണ്ടത്. ഇപ്പോൾ ബീഫ് എന്ന് പറയുന്ന പടത്തിൻ്റെ പേര് ബീഫ് എന്ന് ആയതുകൊണ്ട് മാത്രം ആ സിനിമ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതെന്താണ്? ബീഫ് ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ? ഫലസ്തീൻ ജനതയുടെ പ്രതിരോധം ഇതിവൃത്തമായ ഫലസ്തീൻ 36 ഉദ്ഘാടന ദിവസം നിശാഗന്ധിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. 100 വർഷം പൂർത്തിയാകുന്നത് പ്രമാണിച്ചാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ IFFKയിലെത്തിയത്. അനുമതി നിഷേധിക്കാനുള്ള കാരണം കേന്ദ്രം അറിയിച്ചില്ലെന്നാണ് വിവരം. കേന്ദ്ര നടപടിക്കെതിരെ DYFI പ്രതിഷേധ പ്രകടനം നടത്തി. മീഡിയ 1 തിരുവനന്തപുരം.